നമസ്കാരം. CPM എന്നാൽ പിണറായി വിജയൻ, പിണറായി വിജയൻ എന്നാൽ CPM എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഒരു തരത്തിൽ പറഞ്ഞാൽ ചെങ്കൊടിയെ ആത്മാവിലേറ്റി ജീവിച്ച അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സഖാക്കൾ ജീവനും ജീവിതവും കൊടുത്ത് വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തെയാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് മുതലാളി ചീട്ടുകൊട്ടാരം പോലെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനും കുടുംബത്തിനും ഒരു നിയമവും ബാധകമല്ല. അത് പാർട്ടിയുടേതായാലും ഭരണഘടനയുടേതായാലും. പിണറായി വിജയൻ രാജിവെക്കേണ്ടിയിരുന്ന നിരവധി സന്ദർഭങ്ങളാണ് ഇക്കഴിഞ്ഞ 8 കൊല്ലങ്ങൾക്കിടയിലെ പിണറായി ഭരണത്തിനിടയിൽ ഉണ്ടായത്. സ്പ്രിംഗ്ലർ, സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റി ചെലവഴിക്കൽ, അങ്ങനെ ഒടുവിലിത മകളുടെ മാസപ്പടി കേസും. പക്ഷേ മാന്യതയും മര്യാദയും മനസാക്ഷിയുമില്ലാത്ത പിണറായി വിജയന് ഇതൊന്നും ഒരു വിഷയമേയല്ല. പാർട്ടിയുടെ ചട്ടക്കൂട് പോലും തനിക്ക് പാകത്തിൽ വളച്ചൊടിക്കും പിണറായി വിജയൻ. ധാർമ്മികതയുടെ പേരിൽ സ്ഥാനമൊഴിഞ്ഞവർ ഒരുപാടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന AK ശശീന്ദ്രന് ഹണി ട്രാപ്പിൽ കുടുങ്ങിയാണ് രാജിവെക്കേണ്ടി വന്നത്. മാധ്യമപ്രവർത്തകയോട് ഫോണിലൂടെ അശ്ലീല പരാമർശം നടത്തിയതിനാണ് ജാമ്യമില്ലാ വകുപ്പനുസരിച്ച തിരുവനന്തപുരം CJM കോടതി AK ശശീന്ദ്രനെതിരെ സ്വമേധയാ കേസെടുത്തത്. മംഗളം ചാനൽ ലൈംഗികാരോപണ വാർത്ത പുറത്തുവിട്ടതിനു പിന്നാലെ ശശീന്ദ്രൻ രാജിവെച്ചിരുന്നു. പിന്നീട് അദ്ദേഹം മന്ത്രിസഭയിൽ തിരിച്ചെത്തി എന്നത് വേറെ കാര്യം. EP ജയരാജൻ, ഒന്നാം പിണറായി സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരുന്ന EP ജയരാജന് രാജിവെക്കേണ്ടി വന്നത് ബന്ധു നിയമന വിവാദത്തെ തുടർന്നായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു രാജി. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വെറും 142 ദിവസങ്ങൾക്ക് ശേഷമാണ് മന്ത്രിസഭയിലെ രണ്ടാമനായ EPക്ക് രാജിവെക്കേണ്ടി വന്നത്. വ്യവസായ വകുപ്പിൽ തൻ്റെ ബന്ധുക്കൾക്ക് എന്നുവെച്ചാൽ EPയുടെ ഭാര്യയായ PK ഇന്ദിരയുടെ സഹോദരിയും മുൻ മന്ത്രിയുമായ PK ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാർക്ക് KSIEയിൽ MD-ആയും ജ്യേഷ്ഠൻ്റെ മകൻ്റെ ഭാര്യയായ ദീപ്തി നിഷാദിനെ കേരള ക്ലേസ് ആൻഡ് സെറാമിക്സിൽ ജനറൽ മാനേജരായും അനധികൃത നിയമനം നൽകിയതിൽ താൻ തെറ്റുകാരനാണെന്ന് ജയരാജൻ തന്നെ സമ്മതിച്ചിരുന്നു. പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കുന്നതിനും മറ്റു സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമാണ് LDF സർക്കാർ എന്ന് തെളിയിക്കുന്നതിനുമാണ് താൻ രാജിവെക്കുന്നത് എന്നും ജയരാജൻ അന്ന് പറഞ്ഞിരുന്നു. TU കുരുവിള, VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന TU കുരുവിള ഇടുക്കി രാജകുമാരിയിൽ തൻ്റെ മക്കൾ നടത്തിയ വിവാദ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് രാജിവെച്ചത്. മക്കൾ നടത്തിയ ഭൂമി ഇടപാടിൽ കുരുവിള അധികാര ദുർവിനിയോഗം നടത്തി എന്ന ആരോപണം മാത്രമായിരുന്നു രാജിക്ക് അടിസ്ഥാനം എന്നുകൂടി ഓർക്കണം. രാത്രി 11 മണിയോടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. 1996-2001 കാലത്തെ EK നായനാർ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്നു നീലലോഹിതദാസൻ നാടാർ. അന്നത്തെ ഗതാഗത വകുപ്പ് സെക്രട്ടറിയും മുഖ്യമന്ത്രി EK നായനാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന നളിനി നെറ്റോ നൽകിയ പരാതിയാണ് നാടാർക്ക് വിനയായത്. തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന നളിനി നെറ്റോയുടെ പരാതി ജനതാദൾ സെക്കുലർ നേതാവായ നീലലോഹിതദാസൻ നാടാരുടെ കസേര തെറിപ്പിച്ചു. 2006-ൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന PJ ജോസഫിന് രാജിവെക്കേണ്ടി വന്നതും ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്നായിരുന്നു. ചെന്നൈയിലേക്കുള്ള വിമാനയാത്രയ്ക്കിടയിൽ PJ ജോസഫ് തൻ്റെ ശരീരത്തിൽ കടന്നുപിടിച്ചു എന്നായിരുന്നു സഹയാത്രികയായ സ്ത്രീയുടെ പരാതി. അതോടെ PJ ജോസഫും രാജിവെച്ചു. ബന്ധു നിയമന കേസിൽ ലോകായുക്തയുടെ വിധി എതിരായതോടെ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്ന KT ജലീലിനും രാജിവെക്കേണ്ടി വന്നു. KT ജലീലിനെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ അടക്കമുള്ള ഒരു വിഭാഗം കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ലോകായുക്ത വിധിയും പൊതുസമൂഹത്തിൽ അവമതിപ്പും പരിഗണിക്കാതെ മന്ത്രിസ്ഥാനത്ത് തുടർന്ന KT ജലീലിനെതിരെ CPM-നുള്ളിൽ തന്നെ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ബന്ധുവായ KT അദീബിനെ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജരായി നിയമിക്കാൻ അദീബിന്റെ യോഗ്യതയിൽ തിരുത്തൽ വരുത്തിയെന്നും മന്ത്രിയായി തുടരാൻ ജലീലിന് അർഹതയില്ലെന്നും വിധിച്ചത് ലോകായുക്ത ജസ്റ്റിസായ സിറിയക് ജോസഫും ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദുമായിരുന്നു. ഇതേ ജഡ്ജിമാർ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ച കേസിൽ പിണറായി വിജയന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് എന്നുകൂടി ഓർക്കണം. എന്തായാലും ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് KT ജലീലിന് രാജിവെക്കേണ്ടി വന്നു. എന്നാൽ ഇതൊന്നും പിണറായി വിജയന് ബാധകമല്ല. പിണറായി വിജയന്റെയും മകൾ വീണയുടെയും കൊള്ളരുതായ്മകളെയെല്ലാം ഉളുപ്പില്ലാതെ ന്യായീകരിക്കുകയാണ് പാർട്ടി നേതാക്കളും ഇടതുപക്ഷ ചാനൽ ചർച്ചാ തൊഴിലാളികളും. പാർട്ടിയിൽ പ്രായപരിധി മാനദണ്ഡം കൊണ്ടുവന്നത്
പിണറായി വിജയനാണ്. പക്ഷേ പിണറായി വിജയന് പ്രായപരിധി ബാധകമല്ല. രണ്ടാം വട്ടം ജയിച്ചു കയറിയ നിരവധി പേരുള്ളപ്പോൾ സ്വന്തം മരുമകൻ മുഹമ്മദ് റിയാസിന് വിജയിക്കുമെന്നുറപ്പുള്ള ബേപ്പൂർ മണ്ഡലത്തിൽ സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയും ആദ്യത്തെ തവണ തന്നെ ജയിച്ചു വന്നപ്പോൾ മന്ത്രിപദം നൽകുകയും ചെയ്തു. അതും 2 പണം വാരി വകുപ്പുകൾ, പൊതുമരാമത്തും ടൂറിസവും. പിണറായി വിജയൻ കാരണം നാശത്തിൻ്റെ വക്കിലായത് CPM തന്നെയാണ്. പിണറായി വിജയനെതിരെ ചൂണ്ടുവിരലൊന്നുയർത്താൻ ചങ്കൂറ്റമുള്ള ഒരൊറ്റ സഖാക്കളും പാർട്ടിയിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. ധാർമ്മികത എന്നതിനെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്തതിനാൽ പിണറായി വിജയനിൽ നിന്ന് രാജി പ്രതീക്ഷിക്കേണ്ടതില്ല. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം, പക്ഷേ സഖാക്കൾക്കറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ലെന്ന് ഭാവിക്കുന്നു. പ്രപഞ്ച സത്യം എന്ന ഒന്നുണ്ട്. പിണറായി വിജയൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിച്ചേ തീരൂ. അനുഭവിച്ചു തന്നെ തീരണം, തീർക്കണം.